ഫസ്റ്റ് വേരിയബിൾ ടെലിഫോട്ടോ ക്യാമറയുമായിട്ട് സോണിയുടെ പുതിയ എക്സ്പീരിയ 1 മാർക്ക് 3യും അതുപോലെ തന്നെ എക്സ്പീരിയ 5 മാർക്ക് 3യും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സോണി അവരുടെ പുതിയ എക്സ്പീരിയ സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സോണി എക്സ്പീരിയ 1 മാർക്ക് 3 അതുപോലെ തന്നെ എക്സ്പീരിയ 5 മാർക്ക് 3യും സ്നാപ്ഡ്രാഗൺ 888 വരുന്ന മോഡലുകളായിരിക്കും രണ്ടും. വേൾഡിലെ ഫസ്റ്റ് വേരിയബിൾ ടെലിഫോട്ടോ ക്യാമറ വരുന്ന മോഡലുകളായിരിക്കും സോണി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സ്പീരിയ 5 മാർക്ക് 3 എന്ന് പറയുന്നത് ഒരു ചീപ്പർ വേരിയന്റ് ആയിരിക്കും. അതായത് ഒരു സ്മോളർ ഡിസ്പ്ലേയും കുറഞ്ഞ റാമും വരുന്ന ഒരു ചീപ്പർ വേരിയന്റ് ആയിരിക്കും എക്സ്പീരിയ 5 മാർക്ക് 3 എന്ന് പറയുന്നത്. എന്നിരുന്നാലും സോണി അവരുടെ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് സോണി എക്സ്പീരിയ 1 മാർക്ക് 3യുടെ സ്പെസിഫിക്കേഷൻസ് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചസിന്റെ OLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. 4K റെസൊല്യൂഷൻ നൽകുന്ന ഡിസ്പ്ലേ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ കൂടിയാണ്. സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. 12GB ആൻഡ് 256GB സ്റ്റോറേജ് കോൺഫിഗിലാണ് ഡിവൈസ് വരുന്നത്. മൈക്രോ SD കാർഡ് സ്ലോട്ട് കൂടി വരുന്ന ഡിവൈസ് ആണ്. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന 4500 mAhന്റെ ബാറ്ററി ആയിരിക്കും ഫോണിൽ വരാൻ പോകുന്നത്. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് സ്കാനർ കൂടി ഫോണിൽ നൽകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 വരുന്നതുകൊണ്ട് തന്നെ 5G കണക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. നമുക്ക് ക്യാമറയുടെ സെക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് രണ്ട് ഡിവൈസിലും വരുന്നത്. അതായത് എക്സ്പീരിയ 1 മാർക്ക് 3യിലും അതുപോലെ തന്നെ എക്സ്പീരിയ 5 മാർക്ക് 3യിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയറിൽ നൽകിയിരിക്കുന്നത്. 12MP സെൻസേഴ്സ് ആണ് വരുന്നത് പ്രൈമറി ആയിട്ട്. പിന്നെ വരുന്നത് 12MBയുടെ തന്നെ ഒരു അൾട്രാ വൈഡും പിന്നെ 12MBയുടെ ഒരു ടെലിഫോട്ടോ പെരിസ്കോപ്പ് യൂണിറ്റും നൽകുന്നുണ്ട്. ഈ ഒരു പെരിസ്കോപ്പിക് ലെൻസ് എന്ന് പറയുന്നത് ഡ്യുവൽ ഫോക്കൽ ലെങ്ത് സപ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റ് ആണ്. അതായത് ഒപ്റ്റിക്കൽ സൂമിൽ 70mm 105mm ഫോക്കൽ ലെങ്ത് നൽകുന്ന ലെൻസ് ആണ് 12MBയുടെ ടെലിഫോട്ടോ പെരിസ്കോപ്പിക് യൂണിറ്റ് ആയിട്ട് ഈ ഫോണിൽ വരുന്നത്. അതിനുപുറമെ സെൽഫിക്കായി 8MBയുടെ യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി സോണി എക്സ്പീരിയ 5 മാർക്ക് 3യിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെറുതും കോമ്പാക്റ്റുമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ലുക്കിൽ വളരെ സിമിലാരിറ്റി തോന്നും. അതായത് എക്സ്പീരിയ 1 മാർക്ക് 3യോടും വളരെ സിമിലാരിറ്റി തോന്നുന്ന ഒരു ഡിസൈൻ കൂടിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 888 തന്നെയാണ് ഇതിലും വന്നിരിക്കുന്ന പ്രൊസസർ. 8GB പ്ലസ് 128GB സ്റ്റോറേജ് കോൺഫിഗിലാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. 6.1 ഇഞ്ചസിന്റെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ് എക്സ്പീരിയ 5 മാർക്ക് 3യിൽ വരുന്നത്. റിയറിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. ഇതൊരു ബേസ് വേരിയന്റ് ആണെങ്കിൽ മറ്റേതിൽ വരുന്നത് പോലെ അതായത് എക്സ്പീരിയ 1 മാർക്ക് 3യിൽ വരുന്നത് പോലെ വേരിയബിൾ ടെലിഫോട്ടോ ക്യാമറ പോലുള്ള ഫീച്ചേഴ്സ് ഈ ഒരു ഡിവൈസിലും വരുന്നുണ്ട്. അതായത് എക്സ്പീരിയ 5 മാർക്ക് 3യിലും വരുന്നുണ്ട്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് റേറ്റിംഗ് ഉള്ള ഡിവൈസ് ആണ്. ഫോണിന്റെ പ്രൈസിങ്ങിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ലീക്കും വന്നിട്ടില്ല. എന്നിരുന്നാലും എക്സ്പീരിയ 1 മാർക്ക് 3 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ ഒരു 64,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ലോഞ്ചിങ് എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 18 ആഗസ്റ്റ് ആണ്. അതായത് ആഗസ്റ്റ് 18-നാണ് ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഒഫീഷ്യൽ ന്യൂസ് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാൻ. ഇതുപോലെയുള്ള ടെക് ന്യൂസുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അമീഷ് ആൻഡ് ദിസ് ഈസ് ദ DotHUB. See you guys on the next one.